ചാനൽ ചർച്ചയിലെ വിദ്വേഷ പരാമർശത്തിൽ റിമാൻഡ് ചെയ്ത ബി.ജെ.പി. നേതാവ് പി.സി. ജോർജിനെ ഐസിയുവിലേക്ക് മാറ്റി. വൈദ്യപരിശോധനയിൽ രക്തസമ്മർദ്ദവും പ്രമേഹവും കൂടുതലാണെന്ന് കണ്ടെത്തിയതിനാൽ ജോർജിനെ കോട്ടയം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. അറസ്റ്റ് ചെയ്യാനുള്ള പോലീസ് നീക്കത്തിനിടെ രാവിലെ ഈരാറ്റുപേട്ട കോടതിയിൽ കീഴടങ്ങിയ ജോർജിനെ കോടതി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരുന്നു. ജോസി ബാബു വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ജോസി, മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയതിന് ശേഷമാണോ അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്? ഇപ്പോൾ ഐസിയുവിലാണെന്ന് പറയുന്നുണ്ടല്ലോ. എന്താണ് അദ്ദേഹത്തിന്റെ ആരോഗ്യകാര്യത്തിലെ വിവരങ്ങൾ? അമൃത, പി.സി. ജോർജിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറെ നാടകീയമായ സംഭവ വികാസങ്ങളാണ് ഇന്നുണ്ടായത്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ പി.സി. ജോർജ് കോട്ടയം മെഡിക്കൽ കോളേജിലെ കാർഡിയോളജി ഐസിയുവിലാണ്. കാർഡിയോളജി ഐസിയു വിഭാഗത്തിലാണ് അദ്ദേഹത്തെ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. അല്പം മുമ്പ് അത്യാഹിത വിഭാഗത്തിലെത്തിക്കുകയും അദ്ദേഹത്തിന് വിവിധ പരിശോധനകൾ നടത്തുകയും ചെയ്തു. അദ്ദേഹത്തിന് ഉയർന്ന രക്തസമ്മർദ്ദവും അതോടൊപ്പം തന്നെ പ്രമേഹവും ഉയർന്ന നിലയിലാണ്. കൂടാതെ ഹൃദയമിടിപ്പിൽ വലിയ വ്യതിയാനം കാണിച്ചിട്ടുണ്ട്. പാലാ താലൂക്ക് ആശുപത്രിയിൽ നടത്തിയ ECG പരിശോധനയിലും സമാനമായ രീതിയിൽ ഹൃദയമിടിപ്പിൽ വ്യതിയാനം കാണിച്ചിരുന്നു. അതോടൊപ്പം തന്നെ കോട്ടയം മെഡിക്കൽ കോളേജിൽ എത്തിച്ചുള്ള പരിശോധനയിലും ഹൃദയമിടിപ്പിൽ വ്യതിയാനം കാണിച്ചു. ഇതേ തുടർന്നാണ് ഇപ്പോൾ കാർഡിയോളജി ഐസിയുവിലേക്ക് മാറ്റിയിരിക്കുന്നത്. ഓക്സിജൻ ലെവലിന്റെ ശരീരത്തിൽ ഓക്സിജന്റെ അളവും കുറയുന്നുണ്ട്. അത്തരം കാര്യങ്ങളടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഡോക്ടർമാർ നിരീക്ഷണത്തിലേക്കായി കാർഡിയോളജി ഐസിയുവിലേക്ക് മാറ്റിയിരിക്കുന്നത്. എന്തായാലും ഈ പോലീസ് നിരീക്ഷണത്തിലാണ് പി.സി. ജോർജ് കാർഡിയോളജി ഐസിയുവിൽ തുടരുക. റിമാൻഡ് ചെയ്ത സമയത്ത് തന്നെ കോടതി അക്കാര്യം വ്യക്തമാക്കിയിരുന്നു. തടവുകാർക്ക് നൽകുന്ന പരിഗണന എന്ന നിലയിലുള്ള പരിഗണന ആശുപത്രിയിൽ ലഭിക്കുമെന്നതാണ് കോടതി വ്യക്തമാക്കിയിരുന്നത്. എന്തായാലും ഇന്ന് രാവിലെ മുതൽ പി.സി. ജോർജിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടായിരിക്കുന്ന സംഭവവികാസങ്ങൾ ഇങ്ങനെയാണ്. ആദ്യം പി.സി. ജോർജ് വീട്ടിലെത്തി പോലീസ് സ്റ്റേഷനിലേക്ക് ബി.ജെ.പി. പ്രവർത്തകർക്കൊപ്പം മാർച്ച് ചെയ്ത് പോയി അറസ്റ്റ് വരിക്കുമെന്നായിരുന്നു ആദ്യം അറിയിച്ചിരുന്നത്. ഉടനെ നേതാക്കളെത്തി പി.സി. ജോർജ് കോടതിയിൽ കീഴടങ്ങുകയാണെന്ന് പറഞ്ഞു. ഉടൻ തന്നെ മജിസ്ട്രേറ്റ് കോടതിയിൽ പി.സി. ജോർജ് എത്തുകയായിരുന്നു. എന്തായാലും പി.സി. ജോർജ് മജിസ്ട്രേറ്റ് കോടതിയിൽ എത്തിയതിന് പിന്നാലെ കോടതി വിശദമായി പി.സി. ജോർജിന്റെ കേസ് പരിശോധിച്ചപ്പോൾ പഴയകാല കേസുകളുടെ റിപ്പോർട്ട് ഹാജരാക്കാൻ പോലീസിനോട് ആവശ്യപ്പെട്ടു. ഉച്ചയ്ക്ക് ശേഷം വീണ്ടും പരിഗണിച്ചപ്പോൾ ആ റിപ്പോർട്ടുകൾ കൂടി പരിശോധിച്ചുകൊണ്ടായിരുന്നു പി.സി. ജോർജിന് ജാമ്യം നിഷേധിച്ചത്. പിന്നീട് 6 മണി വരെ പോലീസ് കസ്റ്റഡിയിൽ വിടുകയും ചെയ്തു. ഇതിനിടെ പാലാ പോലീസ് സ്റ്റേഷനിലും അതോടൊപ്പം ഈരാറ്റുപേട്ട പോലീസ് സ്റ്റേഷനിലും പാലാ DYSP ഓഫീസിലും എത്തിച്ച് പി.സി. ജോർജിനെ ചോദ്യം ചെയ്തു. അതിനുശേഷം വീണ്ടും വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുപോയി പിന്നീട് ഈരാറ്റുപേട്ട മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തു. ഈ സമയത്താണ് വൈദ്യപരിശോധനയിലാണ് ഈ ശാരീരിക അവശതകൾ കാണിച്ചത്. പിന്നീട് മജിസ്ട്രേറ്റിന്റെ നിർദ്ദേശപ്രകാരമാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ എത്തിച്ചതും ഇപ്പോൾ കാർഡിയോളജി ഐസിയുവിലേക്ക് മാറ്റിയതും. എത്ര ദിവസം ഇങ്ങനെ ആശുപത്രിയിൽ തുടരേണ്ടി വരും? മജിസ്ട്രേറ്റ് കോടതി തന്നെ 48 മണിക്കൂർ നിരീക്ഷണമാണ് ഇപ്പോൾ ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത്. അതിനുശേഷം ആരോഗ്യനില പരിശോധിച്ച ശേഷം ഡിസ്ചാർജ് നൽകുവാൻ കഴിയുമോ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ തീരുമാനമെടുക്കുമെന്നാണ് മെഡിക്കൽ വിഭാഗം അറിയിക്കുന്നത്. എന്തായാലും ഇപ്പോൾ കാർഡിയോളജി ഐസിയുലാണ് പി.സി. ജോർജ് തുടരുന്നത്. മാർച്ച് 10 വരെയാണ് പി.സി. ജോർജിന്റെ റിമാൻഡ് കാലാവധി. ആ കാലയളവിനുള്ളിൽ പി.സി. ജോർജിന് ജാമ്യം ലഭിക്കാത്ത പക്ഷം ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ചെയ്താൽ പി.സി. ജോർജ് ജയിലിലേക്ക് പോകണം. അതിനുള്ളിൽ പി.സി. ജോർജിന് ജാമ്യം ലഭിക്കുകയാണെങ്കിൽ പി.സി. ജോർജിന് വീട്ടിലേക്ക് മടങ്ങാൻ കഴിയും. എന്തായാലും ബി.ജെ.പി. പ്രവർത്തകർ പി.സി. ജോർജിനെ ആശുപത്രിയിൽ എത്തിച്ചപ്പോഴും പുറത്തേക്ക് കൊണ്ടുപോയപ്പോഴും മുദ്രാവാക്യം വിളിച്ച് അഭിവാദ്യം ചെയ്യുന്ന കാഴ്ചയും നാം ഇവിടെ കണ്ടു. ജോസി ബാബു ആണ് കോട്ടയത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.